ഇന്ന് വൈകുന്നേരം ഞങ്ങൾ വീണ്ടും പാർക്കിലേക്ക് ഇറങ്ങിട്ടോ. ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് എല്ലാവരും പുറത്താണ് ഉണ്ടാവുക. നല്ല ഭംഗിയാണ് കാണാൻ. നൈറ്റിൽ ഇങ്ങനെ പുറത്തിറങ്ങാൻ നല്ല രസമാണ്. ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട്. പിന്നെ എല്ലാവരും ഇങ്ങനെ ഗ്രില്ല് ചെയ്യും. ഈ പാർക്കിൽ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാട്ടിലൊന്നും കാണാത്ത, ഞാനിതുവരെ കേൾക്കാത്ത കുറേ ടൈപ്പ് വണ്ടി ഉണ്ട് ഇവിടെ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പേരൊക്കെ ഉള്ള വണ്ടികളുണ്ടോ എന്നുള്ളൊരു അതിശയനും. അപ്പോൾ അങ്ങനെ നല്ലൊരു പാർക്കാണ്. ഇവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട്. ഈ കുതിരയ്ക്ക് 6 വയസ്സായിട്ടേ ഉള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും വളരുള്ളൂ. പക്ഷേ എന്തൊരു ക്യൂട്ടാന്ന് പറയുക കാണാൻ. അതിൻ്റെ വാല് നല്ല മുടി പോലെ എന്ത് രസമാണ്. പിന്നെ ഇപ്പം എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ കുഞ്ഞി തട്ടുകടകൾ തണുപ്പ് കാലമാകുമ്പോൾ ഇവരിങ്ങനെ ഓപ്പൺ ആവും. അതിലിങ്ങനെ മെയിനായിട്ട് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് തരും. ചിക്കൻ, ബീഫ്, സോസേജ് ഐറ്റംസ് ഒക്കെ ഗ്രില്ല് ചെയ്ത് തരും. പിന്നെ ഈ പാർക്ക് തന്നെയുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞാൽ ബർത്ത്ഡേ പാർട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയിരുന്നിട്ട് എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു നമ്മൾ ചെറിയൊരു വെള്ളം ഇങ്ങനെ അരുവി പോലെ ഉണ്ട്. അരുവി എന്ന് പറയാൻ പറ്റില്ല, ഒരു പിന്നെന്താ പറയുക, ഒരു ഇങ്ങനെ തടാകം പോലെ ഇങ്ങനെ കെട്ടിവെച്ച വെള്ളമാണ്. അതിൽ ഇതായിട്ട് ചെറിയ രീതിയിൽ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ചുറ്റോടും. പിന്നെ ഇവിടെ പറഞ്ഞാൽ കുറച്ച് പെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനൊക്കെ കളിപ്പിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന്, അല്ല നൈറ്റിൽ ഇങ്ങനെ വന്നിരുന്ന് നമുക്ക് കുറച്ച് റിലാക്സ് ആവാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഇത് സോഹാർ തന്നെയാണ് കേട്ടോ വരുന്നത് ഈ പാർക്ക് വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ്, കാരണം ആദ്യമായിട്ടായിരുന്നു ഇവിടെ വന്നിട്ട്, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പം ഇപ്പോൾ തണുപ്പായതുകൊണ്ട് തന്നെ ഭയങ്കര എല്ലാവരും പുറത്തിറങ്ങുന്ന ടൈമാണ്. ഒരുപാട് ആൾക്കാർ പുറത്തിറങ്ങും. അപ്പോൾ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ അതെല്ലാം സംസാരിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്. ബൈ.